ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथा नितान्तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधा कृष्णपदान् सहगणललिता श्रीविशाखानिधांश्च। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्द राधा कान्द नमोऽस्तुते। तप्त कांचन गौरंगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। कृष्णाय वासुदेवाय देवकी नंदनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमो पंकजनाभाय नमो पंकजमालिने नमो पंकजनेत्राय नमस्ते पंकजांग्रये। नमो महावदन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्य नामिने गौरतिष्वे नमः। नमो ब्रह्मण्य देवाय गो ब्राह्मण हिताय जगद्हिताय कृष्णाय गोविन्दाय नमो नमः। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് ഇന്ന് രഥയാത്രയെ കുറിച്ചിട്ടാണ് പറയണേ. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മള് ഭഗവാന്റെ അമ്പലത്തിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ആഴ്ച നമ്മള് രഥയാത്രയുടെ സിഗ്നിഫിക്കൻസ് ഒക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ജഗന്നാഥിന്റെ ഒരു പ്രയർ ഉണ്ട്, അത് ചൊല്ലാം. നീലാചല നിവാസായ നിത്യായ പരമാത്മനെ ബലഭദ്ര സുഭദ്രാഭ്യാം ജഗന്നാഥായ തേ നമഃ. നീലാചല നിവാസായ നിത്യായ പരമാത്മനെ ബലഭദ്ര സുഭദ്രാഭ്യാം ജഗന്നാഥായ തേ നമഃ. ഇതിന്റെ അർത്ഥം ജഗന്നാഥും ബലദേവും സുഭദ്രയോടും കൂടി ഇരിക്കുന്ന ആ ഭഗവാനെ നമ്മള് സാദരം പ്രണമിക്കുന്നു എന്നാണ്. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ രഥയാത്രയ്ക്ക് മുൻപായിട്ട് ഗുണ്ടീജ മാർജനം എന്നുള്ളൊരു ചടങ്ങ് നടത്താറുണ്ട്. കാരണം അവിടെ ഗുണ്ടീജ ക്ഷേത്രമുണ്ട് ജഗന്നാഥപുരിയിൽ നിന്ന് കുറച്ച് അകലെയായിട്ട്. അപ്പൊ ആ ഗുണ്ടീജ ക്ഷേത്രം ഈ രഥയാത്രയ്ക്ക് കുറച്ച് മുൻപായിട്ട് ക്ലീൻ ചെയ്യും. അപ്പൊ ആ ഗുണ്ടീജ ടെമ്പിൾ ആണ് ആക്ച്വലി ഭഗവാൻ പോയിട്ട് രഥയാത്ര കഴിഞ്ഞിട്ട് പോയിട്ട് റെസ്റ്റ് എടുക്കുന്നത് ഗുണ്ടീജ ടെമ്പിളിലാണ്. അപ്പൊ അത് വൃന്ദാവനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഭഗവാൻ രഥയാത്ര കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസങ്ങളില് അവിടെയാണ് ഭഗവാൻ താമസിക്കുന്നത്. അപ്പൊ ഭഗവാന് അവിടെ പ്രസാദം എല്ലാം ഉണ്ടാക്കി അവര് കൊടുക്കും. അപ്പൊ അങ്ങനെ ഭഗവാന്റെ കുറച്ച് ആൾക്കാര് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് അവിടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അവിടെ ഗുണ്ടീജ മാർജനം, അതായത് ക്ലീനിങ്, മാർജനം എന്ന് വെച്ചാൽ ക്ലീനിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗുണ്ടീജ മാർജനം ക്ലീനിങ് അവിടെ നടത്തും. അപ്പൊ അത് ആക്ച്വലി ഗുണ്ടീജ മാർജനം നമ്മളുടെ
ഹൃദയം നമ്മള് ഭഗവാന് ഇരിക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യുന്നതിനോടാണ് ചൈതന്യ മഹാപ്രഭു ഈ ഗുണ്ടീജ മാർജനത്തിനെ ഉപമിക്കുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരുപാട് അനുയായികളെ കൂട്ടിപ്പോയിട്ട് ഈ ഗുണ്ടീജ മാർജനം നടത്തുന്നുണ്ട്. അപ്പൊ അത് ചൈതന്യ ലീലയിൽ വളരെ വിശദമായിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അത് ഓരോ അനുയായികൾക്കും ഭഗവാൻ ഓരോരോ സേവ നൽകിയിട്ട് അപ്പൊ അവരെ കൊണ്ട് ഭഗവാൻ സേവനം ചെയ്യുന്നതിലൂടെയാണ് ആക്ച്വലി നമ്മളുടെ ഹംബിൾ മൂഡ് വരിക. നമ്മളുടെ യഥാർത്ഥത്തിലുള്ള നമ്മളുടെ സ്വരൂപം നമ്മൾ പഠിച്ചു അല്ലെ, ഭഗവത്ഗീതയുടെ അവതാരികയിൽ നമ്മൾ പഠിച്ചു. ഭഗവാന്റെ സേവനം ചെയ്യുന്നതാണ് നമ്മളുടെ യഥാർത്ഥ മൂലസ്വരൂപം. അപ്പൊ ആ സ്വരൂപത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഭഗവാന്റെ മീനിയൽ സേവകൾ, അതായത് ഇങ്ങനെ ക്ലീനിങ് പോലെയുള്ള സേവകൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ഹംബിൾ മൂഡിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഗുണ്ടീജ മാർജനത്തിന് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളുടെ ഹൃദയം നമ്മള് പ്യൂരിഫിക്കേഷൻ നടത്താണ് ഭഗവാന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ എപ്പോഴും നമ്മൾ ഭക്തന്മാരുടെ ഹൃദയം അപ്പൊ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്ത് വെക്കണം. അപ്പൊ നമ്മളുടെ റൂമുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കാറില്ലേ, നമ്മളുടെ വീടുകളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും അല്ലെ. അപ്പൊ അതിനേക്കാളും കൂടുതലായിട്ട് നമ്മളുടെ ഹൃദയമാകുന്ന റൂമുകൾ ക്ലീൻ ചെയ്ത് വെക്കണം എന്നാ പറയുന്നത്, ഭഗവാന് വന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ഗുണ്ടീജ മാർജനത്തിന്റെ ഒരു തത്വം. അത് കഴിഞ്ഞിട്ട് ഭഗവാന് അടുത്ത ഒരു ഫെസ്റ്റിവൽ ആണ് സ്നാനയാത്ര എന്ന് പറയും. അപ്പൊ സ്നാനയാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന് അശ്വമേധ യാഗം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും സമുദ്രത്തില് അല്ലെ കൽപ്പവൃക്ഷ മരം തടി വരും. അപ്പൊ അത് പോയിട്ട് രാജാവ് മുങ്ങിയെടുക്കുന്നതിനെയാണ് ഈ സ്നാനയാത്ര എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ജഗന്നാഥിന്റെ ഒരു അപ്പിയറൻസ് ഡേ ആയിട്ട് കണക്കാക്കുന്നത് ഈ സ്നാനയാത്രയാണ്. അപ്പോ ഈ സ്നാനയാത്രയുടെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഭയങ്കര ചൂടുള്ള സമയത്താണ് ആക്ച്വലി ഈ രഥയാത്ര നടക്കുന്നത്. അപ്പൊ ഈ രഥയാത്ര ചൂടുള്ള സമയത്ത്, വളരെ ചൂടുള്ള ദിവസത്തിലാണ് ഈ സ്നാനയാത്ര കൊണ്ടാടുന്നത്. അപ്പൊ ഇതൊരു പൂർണിമ ദിവസമാണ്. അപ്പൊ അത് ഈ സമ്മറിലെ ഏറ്റവും ഹോട്ടസ്റ്റ് ഡേ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പൊ സൂര്യന്റെ ഉദയത്തിന് ശേഷം ഈ ഡെയ്റ്റീസിന്, അതായത് ജഗന്നാഥിന്, ബലദേവ്, സുഭദ്ര, സുദർശൻ ഇവരെയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഒരു ഘോഷയാത്രയായിട്ട് കൊണ്ടുവരും ഈ സ്നാനയാത്രയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിന് പാഹണ്ടി എന്നാണ് പറയണത്. അതായത് പാഹണ്ടി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ജമ്പിങ്. അപ്പൊ ഭഗവാൻ ഇങ്ങനെ എടുത്ത് ചാടി വരികയാണ് സ്നാനയാത്രയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഈ സ്നാനയാത്ര വേദി അത് അപ്പൊ അമ്പലത്തിന്റെ പുറത്തൊരു ഔട്ടർ സ്ഥലത്താണ് ഈ സ്നാനയാത്രയ്ക്കുള്ള ഇതൊക്കെ സജ്ജീകരിക്കുന്നത്. അപ്പൊ അവിടേക്ക് ഭഗവാനെ എത്തിച്ചിട്ട് ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന് ഭഗവാൻ ജഗന്നാഥ് കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും ആദ്യ സമയത്ത്. അപ്പൊ അതിലൊരു ഇൻസ്ട്രക്ഷൻ ആണ് ഈ സ്നാനയാത്ര. അപ്പൊ 108 സ്വർണ്ണ കുടങ്ങളിലാണ് വെള്ളം കൊണ്ടുവന്നിട്ട് ഭഗവാനെ കുളിപ്പിക്കുന്നത്. അപ്പൊ അത് സ്വർണ്ണ കിണറിൽ നിന്നൊക്കെയാണ് പണ്ട് കാലത്ത് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ സ്വർണ്ണ കുടങ്ങളിൽ അറ്റ്ലീസ്റ്റ് അവരത് നിലനിർത്താൻ വേണ്ടിയിട്ട് 108 സ്വർണ്ണ കുടങ്ങളിൽ. അപ്പൊ അത് ഭയങ്കര ചൂടായതുകൊണ്ട് അവര് ചന്ദനം കലക്കിയ വെള്ളം, അപ്പൊ ചന്ദനം കൂളാണല്ലോ, അപ്പൊ ചന്ദനം കലക്കിയ വെള്ളം കൊണ്ടാണ് ഭഗവാനെ കുളിപ്പിക്കുന്നത്. അപ്പൊ ആ സാൻഡൽവുഡ് പേസ്റ്റ് കലക്കിയ വെള്ളം അത് ഇങ്ങനെ സോനയുടെ അതായത് സ്വർണത്തിന്റെ കുംഭങ്ങളിലാണ് എടുക്കുക. അപ്പൊ അത് ഗോൾഡൻ വെല്ലിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പൊ അതിന് അഭിഷേകം, അതുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യും. അപ്പോ അങ്ങനെ അഭിഷേകം ചെയ്തിട്ട് ഭഗവാനെ ആ ഹോൾ ഡേ ഭഗവാൻ അവിടെ പുറത്ത് തന്നെയാണ്. അപ്പൊ അങ്ങനെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞിട്ട് ഈവനിങ് ഒക്കെ ആവുമ്പോഴത്തേക്കും ഭഗവാനെ ഇങ്ങനെ ആനയുടെ മുഖം കൊണ്ടിട്ട് ഇങ്ങനെ റെഡിയാക്കും. നിങ്ങള് രഥയാത്ര റിട്ടേൺ വന്ന സമയത്ത് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഭഗവാൻ ആനയുടെ മുഖത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ബലദേവിന് വെളുത്ത ആനയുടെ മുഖവും കൃഷ്ണന് കറുത്ത കളറിൽ ഇങ്ങനെ വേഷം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിന് ഹാത്തി വേഷ എന്നാ പറയുന്നത്. ഹാത്തി എന്ന് വെച്ചാൽ ആന. അപ്പൊ ആനയുടെ വേഷം, മുഖം ഇങ്ങനെ അണിയിക്കും ഭഗവാന്. അപ്പൊ കാലങ്ങൾക്ക് മുൻപ് ഒരു ഗണപതി ഭക്തൻ
ഈ ഹാത്തി വേഷം കാണാനായിട്ട്, കാരണം ഗണപതിയുടെ ഭക്തനാണല്ലോ, അപ്പൊ ഗണപതിയുടെ മുഖമാണ് അണിയിക്കുന്നത്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഭക്തൻ ഒരുപാട് ദൂരെ നിന്നിട്ട് ജഗന്നാഥപുരിയിൽ വരികയാണ് സ്നാനയാത്രയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ രാവിലെ മുതൽ അതിൽ പങ്കുചേർന്നു. ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടും വൈകുന്നേരമൊക്കെ ആവണ സമയത്തും ഈ ഹാത്തി വേഷത്തിലൊന്നും ഭഗവാനെ കാണാൻ സാധിച്ചില്ല. അപ്പൊ ആ ഭക്തൻ വളരെയധികം നിരാശനായിട്ട് തിരിച്ചു പോവാണ്. അപ്പൊ അങ്ങനെ തിരിച്ചു പോകുമ്പോ അയാള് മനസ്സിൽ വിചാരിച്ചു, ഇനി പുരിയിൽ നിന്ന് തന്നെ തിരിച്ചു പോകണം. കാരണം ഇനി സ്നാനയാത്ര കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും രഥയാത്ര വരും. അപ്പൊ അതൊന്നും കാണാൻ നിൽക്കാതെ അയാള് മനം നൊന്ത് അയാള് പോകുവാണ്. പുരിയിൽ നിന്നേ തന്നെ പോവാനായിട്ട് തീരുമാനിച്ച് അയാളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ ബ്രാഹ്മണൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഇദ്ദേഹം ഈ ഗണപതി ഭക്തൻ വളരെ നിരാശയോടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ ഈ ബ്രാഹ്മണൻ ഈ ഗണപതി ഭക്തനെ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇന്ന് പോകരുത്, വൈകുന്നേരം എങ്ങനെയെങ്കിലും ദർശനം എടുക്കണം. പക്ഷെ ഇയാള് ആ പോകാനുള്ള ആ ഒരു ചിന്തയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒത്തിരി പണിപ്പെട്ട് ഈ ബ്രാഹ്മണൻ അയാളെ വീണ്ടും ദർശനം എടുക്കാനായിട്ട് സമ്മതിക്കും. അത് ആക്ച്വലി ജഗന്നാഥായിരുന്നു ആ ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നത്. അപ്പൊ അത് ആ ഭക്തന്റെ മനം നൊന്തത് ജഗന്നാഥിന് വളരെ വേദന തോന്നിയിട്ട് ജഗന്നാഥ് സ്വയം വന്ന് ആ ഭക്തനെ പാസിഫൈ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ വൈകുന്നേരത്തെ ദർശനം എടുക്കാനായിട്ട് തിരിച്ചു ചെല്ലുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ ഹാത്തി വേഷത്തിലിരിക്കുന്നത് ആ ഭക്തൻ കാണും. അങ്ങനെ അയാൾക്ക് വളരെയധികം സന്തോഷാവും. അപ്പോ ഈ ഒരു ഹാത്തി വേഷത്തിലാണ് ഭഗവാൻ ഇങ്ങനെ ഈ സ്നാനയാത്രയുടെ അന്ന് ഒരുങ്ങിയിരിക്കുന്നത്. അതിനുശേഷം ഭഗവാന് 15 ദിവസത്തേക്ക് ഭഗവാൻ റെസ്റ്റിലാണ് ആക്ച്വലി. നമ്മൾ ഇപ്പോഴും അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോരുന്നുണ്ട്. കാരണം ഈ സമയത്ത് ഭയങ്കര ചൂടുള്ള സമയത്ത് ഈ ചന്ദനം കലക്കിയ വെള്ളത്തിന് തണുപ്പാണല്ലോ. അപ്പൊ അത് ഭഗവാന്റെ തലയിലൂടെയാണല്ലോ അഭിഷേകം നടത്തുക. അപ്പൊ അത് ഒഴിക്കുമ്പോ ഭഗവാന് ജലദോഷം വരും, പനി വരും. അങ്ങനെ ഭഗവാൻ അസുഖബാധിതനായിട്ട് റെസ്റ്റ് എടുക്കുന്ന ദിവസമാണ് ഈ സ്നാനയാത്രയുടെ 15 ദിവസം. അപ്പൊ ഈ 15 ദിവസവും ഭഗവാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഭഗവാന് ഇപ്പൊ എന്തെങ്കിലും ഡേറ്റീസിന് എന്തെങ്കിലും പെയിന്റ് ചെയ്യുക, പുതുതായിട്ട് പെയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ വർക്കുകളൊക്കെ ചെയ്യുന്നത് ഈ 15 ദിവസത്തിലാണ്. അപ്പൊ അവിടെ വേറെ ഒരു പൂജയും ആരതിയൊന്നും ഇല്ല. ജസ്റ്റ് ഭഗവാന്റെ കുറച്ച് അടുത്ത സേവകര് മാത്രം ഭഗവാന്റെ കാര്യങ്ങൾ നോക്കും. അപ്പൊ അങ്ങനെയാണ് ഈ സ്നാനയാത്രയുടെ ഒരു ചരിത്രം. അപ്പൊ ഇങ്ങനെ സ്നാനയാത്ര സമയത്ത് അപ്പൊ ഈ ഭഗവാൻ ഇങ്ങനെ ലക്ഷ്മി ദേവിയുടെ കൂടെയാണ് ഈ 15 ദിവസം ചെലവഴിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 15 ദിവസവും ചെലവഴിച്ചതിന് ശേഷമാണ് ഭഗവാൻ നവകളേവരനായിട്ട്, അതായത് പുതിയ ഭഗവാനെ പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ട് ഭഗവാനെ നവകളേവരനായിട്ടാണ് ഭഗവാൻ രഥയാത്രയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ആ സ്നാനയാത്രയുടെ റെസ്റ്റിംഗ് പീരീഡിൽ ഭഗവാൻ ഇങ്ങനെ പനി പിടിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ പനി പിടിച്ചിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ ഈ കാടുകളിലൊക്കെ പോയി പല വിവിധ തരത്തിലുള്ള ഹെർബ് പച്ചമരുന്നുകള് ഇടിച്ച് ഉരുട്ടി ഇങ്ങനെ ഒരു ലഡു പോലെയൊക്കെ ആക്കി അതിനകത്ത് ഒരുപാട് മരുന്നുകളുണ്ട് അതില്. അപ്പൊ അങ്ങനെ മൊത്തം മരുന്നാണ് ജഗന്നാഥന് ആ ഒരു സമയത്ത് ഫുഡായിട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ഹെർബ് ഈ പച്ചമരുന്നുകളൊക്കെ ഇടിച്ച് ഉണ്ടാക്കുന്നത് ഈ പണ്ടത്തെ ആദിവാസികൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് ശബരാസ് എന്ന് പറഞ്ഞ ഒരു ആദിവാസികളായിരുന്നു. നീലമാധവിന്റെ സമയത്ത് നീലമാധവിനെ നിലാച്ചൽ ഗുഹയില് മലയില് നീലമാധവനെ സെർവ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ശബരാസ് ആയിരുന്നു. അപ്പൊ അവരാണ് ഇപ്പോഴും അവരിപ്പോഴും ജഗന്നാഥപുരിയിലുണ്ട്. അപ്പൊ ഭഗവാൻ നീലമാധവിൽ നിന്ന് ജഗന്നാഥ് വേൾഡിന്റെ നാഥനായിട്ട് വന്നപ്പോ ഈ ശബരാസും എലവേറ്റഡ് ആയിട്ട് അവര് ദൈതപതീസ് എന്ന് പറഞ്ഞൊരു കാസ്റ്റിലേക്ക് വരികയാണ്, ദൈതപതീസ്. അപ്പൊ അങ്ങനെ അവർക്കും എലവേഷൻ കിട്ടിയിട്ട് അവര് ദൈതപതീസ് ആവും. അവരാണ് ആക്ച്വലി ഭഗവാനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആ ദൈതപതീസ് ആണ് ഈ രഥയാത്ര സമയത്ത് ഭഗവാനെ പുറത്തേക്ക് എടുത്തുകൊണ്ട് വരുമ്പോ നല്ല ആജാനുബാഹുക്കളായ നല്ല സ്ട്രോങ് ശരീരമൊക്കെയുള്ള കുറെ പേരാണ് ഭഗവാനെ, ഒരു 12 പേരാണ് ഭഗവാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ അവരാണ് ആക്ച്വലി ദൈതപതീസ്. അത് ഈ ശബരാസ് ആയിരുന്നു. ശബരാസിന് എലിവേഷൻ കിട്ടിയതാണ് അവര്. അപ്പൊ അങ്ങനെ ഇവരാണ് ഈ മരുന്നുകളൊക്കെ ഇടിച്ച് ഇങ്ങനെ ഉരുട്ടി ഫ്രൂട്ട് ജ്യൂസിലും അതിലും അങ്ങനെ പല സാധനങ്ങളിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഭഗവാന് കൊടുക്കുന്നത്. അപ്പൊ ഈ
സമയത്താണ് ഇങ്ങനെ ലക്ഷ്മി ദേവിയുടെ കൂടെയാണ് ഭഗവാൻ ഇരിക്കുന്നതായിട്ടാണ് സങ്കല്പം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ഈ രഥയാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് പിന്നീട് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ ആഷാഢ മാസത്തിലെ സെക്കൻഡ് ഡേ, രണ്ടാമത്തെ ദിവസമാണ് രഥയാത്ര നടത്തുന്നത്. അപ്പൊ ഈ രഥയാത്ര നടത്താനുള്ള രഥം എല്ലാ വർഷവും പുതിയതായിട്ട് നിർമ്മിക്കും. അപ്പൊ ആ രഥം ഒറീസയിലെ റാണാപൂർ എന്ന് പറയുന്ന കാടുകളിൽ നിന്നാണ് അത് തയ്യാറാക്കുന്ന മരങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ ആ മരങ്ങള് മുറിച്ചെടുത്തുകൊണ്ട് വന്നതിന് ശേഷം നൂറുകണക്കിന് പണിക്കാരാണ്, നൂറുകണക്കിന് പെയിന്റ് ചെയ്യുന്ന ആൾക്കാര്, കാർപ്പന്റേഴ്സ്, അങ്ങനെ ഒത്തിരി ആൾക്കാർ വർക്ക് ചെയ്തിട്ടാണ് ഈ രഥം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഈ രഥം ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അക്ഷയ തൃതീയ ദിവസമാണ്. അന്നാണ് രഥത്തിന്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ രഥം നിർമ്മിച്ചതിന് ശേഷമാണ് ഓരോ വർഷവും രഥയാത്ര നടത്തുന്നത്. അപ്പൊ ഭഗവാൻ ജഗന്നാഥിന്റെ രഥത്തിന്റെ പേരാണ് നന്ദി ഘോഷ. പിന്നെ ബലദേവിന്റെ രഥത്തിന്റെ പേര് താലദ്വിജ. സുഭദ്രമയും സുദർശനും ഒരേ രഥത്തിലാണ് ഇരിക്കുന്നത്. അവരുടെ രഥത്തിന്റെ പേരാണ് പത്മദ്വിജ. അങ്ങനെ ഈ 3 രഥങ്ങളാണ് രഥയാത്രയ്ക്ക് പുറപ്പെടുന്നത്. അപ്പോ ഈ രഥയാത്രയ്ക്ക് പുറപ്പെടുന്ന ഈ രഥങ്ങള് എല്ലാം അവിടെ റെഡി ആയിട്ടിരിക്കും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ലൈവിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഭഗവാനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അതിന് നവകളേവരം എന്നാ പറയാ. കാരണം ഭഗവാൻ ഈ 15 ദിവസവും റെസ്റ്റ് ഒക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങി ഭഗവാൻ പുറത്തേക്ക് വരികയാണ്. അപ്പൊ ലക്ഷ്മി ദേവിനോട് പെർമിഷൻ ചോദിച്ചിട്ട് വൃന്ദാവനത്തിലേക്ക് പോവാനും ഭക്തന്മാരെ കാണാനൊക്കെ ആയിട്ടാണ് ഭഗവാൻ ഈ രഥയാത്രയുടെ പേരിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പൊ ഈ രഥയാത്രയിലേക്ക് ഭഗവാനെ കൊണ്ടുവരുന്നത്, ഈ ഭഗവാന് ഭയങ്കര വെയിറ്റ് ആണല്ലോ, അങ്ങനെ തടി കൊണ്ടുള്ള ഡേറ്റിയാണ്, നല്ല വെയിറ്റ് ഉള്ള എന്താണ് പിന്നെ ഭഗവാൻ ജഗത്തിന്റെ നാഥനാണ്, ഭഗവാന് നല്ല ഭാരമുണ്ട്. അപ്പൊ ഭഗവാന്റെ അരയുടെ ഭാഗത്ത് ഇങ്ങനെ ഈ സിൽക്കിന്റെ റോപ്പ്, സിൽക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന കയറാണ് ഇങ്ങനെ കെട്ടിയിട്ട് അവരിങ്ങനെ ഇങ്ങനെ പുള്ള് ചെയ്ത് വലിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ അത് ഭഗവാന് വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിൽക്കിന്റെ റോപ്പ് കൊണ്ട് ഭഗവാനെ ഇങ്ങനെ അവര് കെട്ടി വെക്കുന്നത്. അപ്പൊ ഭഗവാന് നല്ല വെയിറ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആണ്, ഭഗവാന്റെ ബോഡി ഒക്കെ നല്ല സ്ട്രോങ് ആണ്. അപ്പൊ ഇത് ഭയങ്കര ഒരു പ്രയാസപ്പെട്ട പണിയാണ് ഭഗവാനെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാ. അപ്പൊ അത് ഭഗവാൻ വിചാരിച്ച മാത്രമേ ഭഗവാൻ അങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മള് കുറച്ചു പേര് പിടിച്ചാലൊന്നും ഭഗവാൻ പുറത്തേക്ക് വരില്ല. അപ്പൊ അത് ഇവരിങ്ങനെ ജഗന്നാഥിനെ ഈ ഒറിയ ഭാഷയിൽ ഇങ്ങനെ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഭഗവാനോട് സ്നേഹത്തോടെ പറയും. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇവര് ഈ ഒരു പ്രത്യേക തരം വാദ്യഘോഷങ്ങളുടെ ഉടമ്പടിയോടെയാണ് ഇവര് ഭഗവാനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഭഗവാന്റെ തലയുടെ മുകളിലായിട്ട് ഒരു കിരീടം വെക്കും, ഒരു വലിയ ഭഗവാന്റെ അത്രയും വിഗ്രഹത്തിന്റെ അത്രയും വലിപ്പമുള്ള ഒരു കിരീടമാണ് വെക്കുക. അപ്പൊ അത് ഫ്രഷ് ഫ്ലവറും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു വൈറ്റ് കിരീടമാണ്. അപ്പൊ അത് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങി വരണം. ഇങ്ങനെ തുഴഞ്ഞാണ് ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങി വരണം. ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രഥയാത്രയുടെ അന്ന്. അപ്പൊ അത് ഇപ്പോഴും നടക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ ആ വലിയ കിരീടം വെച്ചിട്ട് ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെയാ വരണേ. അപ്പൊ അവര് ഇങ്ങനെ 1 2 3 എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എടുത്ത് ഇങ്ങനെ വലിച്ചങ്ങ് വെക്കും. അപ്പൊ ആ വലിച്ചു വെക്കുന്നത് ഒരു തലയിണയുടെ പുറത്തായിട്ടാണ്, ഒരു സോഫ്റ്റ് കോട്ടൺ കുഷ്യന്റെ പുറത്തേക്കാണ് വെക്കണം. കാരണം ഭഗവാന്റെ കാല് വേദനിക്കുമല്ലോ നിലത്തോട്ട് എടുത്ത് വെക്കുമ്പോ. അപ്പൊ അങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ കുഷ്യൻ ഇട്ട് കൊടുത്തിട്ട് അതിലേക്കാണ് ഇവരിങ്ങനെ ഈ ആട്ടിയിട്ട് എടുത്ത് ഇങ്ങനെ വെക്കണം. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ആടി വന്നിട്ട് ആ കുഷ്യനിലേക്ക് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ആട്ടത്തിന് മുമ്പ് അടുത്ത കുഷ്യൻ എടുത്ത് താഴോട്ട് വെക്കും. അപ്പൊ ഇത്രയും വെയിറ്റ് ഉള്ള ഭഗവാൻ വന്ന് വീഴുമ്പോ ഈ കുഷ്യൻസ് ഇങ്ങനെ പൊട്ടും. ഈ കോട്ടൺ തലയിണകൾ ഇങ്ങനെ ഭും എന്നും പറഞ്ഞിട്ട് പൊട്ടിയിട്ട് അന്തരീക്ഷത്തിൽ മുഴുവൻ ഇങ്ങനെ കോട്ടൺ ഇങ്ങനെ പരക്കും. അപ്പൊ അവര് അതിന് പറയണ, അപ്പൊ ജഗന്നാഥാണല്ലോ സ്റ്റെപ്പ് വെക്കുന്നത്. അപ്പൊ ഭഗവാൻ സ്റ്റെപ്പ് വെക്കുമ്പോ ലിബറേഷൻ സംഭവിക്കും. അതാണ് അവർ ആ കോട്ടൺ പറക്കുന്നതിനോട് ഉപമിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഇങ്ങനെ വരുമ്പോ ലിബറേഷൻ നടക്കുകയാണ് അവിടെ. അപ്പൊ അങ്ങനെ ആ കോട്ടൺ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകുന്നതിനാണ് അങ്ങനത്തെ ഒരു ഇതിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ജഗന്നാഥിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ആർക്കും സാധിക്കില്ല. അപ്പൊ ഭഗവാന്റെ സ്വീറ്റ് വില്ലാണ്, ഭഗവാന്റെ തന്റെ ലീലകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ആ അതിയായ ആഗ്രഹം കൊണ്ട് ഭഗവാൻ ഇങ്ങനെ തുഴഞ്ഞു വരണാണ്. അപ്പൊ രാജ്നാഥ് സ്വാമി മഹാരാജിന്റെ ഒരു ഈ പാണ്ഡാസിലെ രാജ്നാഥ് സ്വാമി മഹാരാജിന്റെ ഒരു
ഒരു സുഹൃത്തുണ്ട്. അപ്പൊ അദ്ദേഹം മഹാരാജ് ഇങ്ങനെ ഈ പാണ്ഡ്യനോട് ചോദിക്കുകയാണ്, നിങ്ങള് എന്ത് കാണിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഭയങ്കര വലിച്ചു പൊക്കി വരികയാണല്ലോ ഭഗവാനെയുള്ള കൊണ്ടുവരണേ. അപ്പൊ രാജനാഥസ്വാമി മഹാരാജ് ചോദിച്ചപ്പോ ആ പാണ്ഡാസ് പറയാണ്, ഞങ്ങളൊന്നും ചെയ്യണില്ല, ഭഗവാനാണ് ഇങ്ങനെ തുഴഞ്ഞു വരണം, ഞങ്ങളൊന്നും വലിക്കണമൊന്നുമില്ല, ഭഗവാൻ വരണതാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അത്രയ്ക്കും ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഭഗവാൻ ഇങ്ങനെ ജനങ്ങളെ കാണാനായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതിനൊരു ഇത് പറയും. കാരണം ഇപ്പൊ നമ്മള് വളരെ നമ്മൾക്ക് അസുഖം വരുമ്പോ അല്ലെ, നമ്മൾക്കൊരു പനി ജലദോഷമൊക്കെ വരുമ്പോ നമ്മള് ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും അല്ലെ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അസുഖമൊക്കെ വന്ന് നമ്മള് ഒരു ബെഡ് റിഡൺ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എഴുന്നേക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ പോലെയുള്ള സീരിയസ് അസുഖങ്ങൾ വരുമ്പോ എന്ത് ചെയ്യും, ഡോക്ടർ നമ്മളെ കാണാനായിട്ട് നമ്മളുടെ വീടുകളിലേക്ക് വരും അല്ലെ, അങ്ങനെയല്ലേ പതിവ്. അപ്പൊ അതേപോലെയാണ് ഭഗവാനെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർക്കൊന്നും അമ്പലത്തിന്റെ ഉള്ളിൽ കയറാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഭഗവാൻ എല്ലാവരെയും കാണാനായിട്ട് ഡോക്ടർ പുറത്തേക്ക് വരികയാണ് രോഗികളെ കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഭഗവാന്റെ രഥയാത്ര. അപ്പൊ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ വലിയ ഡയലേറ്റഡ് ഐസ് ഒക്കെ വെച്ചിട്ട് എല്ലാവരെയും ഇങ്ങനെ നോക്കി കാണാനായിട്ട് ഭഗവാൻ ഇങ്ങനെ പുറത്തേക്ക് ഭഗവാൻ ഭയങ്കര ഉത്സാഹത്തോടെ തുഴഞ്ഞു വരണേ. കാരണം എത്രയും പെട്ടെന്ന് വന്നിട്ട് വേണം ഭഗവാന് വൃന്ദാവനത്തിലേക്ക് പോവാനായിട്ട്. അപ്പൊ അങ്ങനെ ഭഗവാൻ ഇങ്ങനെ രഥയാത്ര നടത്താൻ വേണ്ടിയിട്ട് ഈ രഥത്തിലേക്ക് ഇങ്ങനെ എടുത്തു വെക്കുന്നത് ഒരുപാട് നേരത്തെ പ്രയത്നം കൊണ്ടിട്ടാണ് ഭഗവാൻ ഇങ്ങനെ രഥത്തിലേക്ക് വരുന്നത്, പെട്ടെന്നൊന്നും വരില്ല. അപ്പൊ അതെല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഭഗവാനെ രഥത്തിലേക്ക് ആനയിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാൻ രഥത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ രഥം നീങ്ങാനപ്പോ രഥത്തില് പൂജയൊക്കെ നടത്തി ഭഗവാന് അത്രയും നേരം ഭഗവാന് വലിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ക്ഷീണം ഉണ്ടാവും. അപ്പൊ ഭഗവാന് കുറച്ച് ഓഫറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യും. അപ്പൊ ആ ക്ലീനിങ് ചെയ്യാനായിട്ട് വരുന്നത് ഒറീസയിലെ രാജാവാണ്. ഇപ്പോഴും ആ സിസ്റ്റം ഉണ്ട്. അപ്പൊ ഒറീസയിലെ രാജാവ് വന്നിട്ടാണ് ആ ഒരു ക്ലീനിങ് പ്രോസസ് ഒക്കെ നടത്തണേ. അപ്പൊ അതിന്റെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ജഗത്തിന്റെ നാഥനാണ്. അപ്പൊ ഒറീസയിലെ രാജാവ് വന്നിട്ട് മീനിയൽ സെർവന്റ് ആയിട്ട് ഭഗവാന് വേണ്ടിയിട്ട് സേവ ചെയ്യാണ് ആ ഒരു ക്ലീനിങ് സർവീസ് നടത്തുന്നതിലൂടെ. അപ്പൊ ഭഗവാൻ ഇങ്ങനെ രഥത്തിലേക്ക് വന്നിരുന്ന് കഴിയുമ്പോ ഈ കിങ് വന്നിട്ട് റോഡ് ക്ലീൻ ചെയ്യും. അതിനും കുണ്ടീജ മാർജനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആ റോഡ് ക്ലീൻ ചെയ്യുന്നതിന്. അപ്പൊ അത് ആ കിങ്ങിന് കൊടുക്കുന്നത് സ്വർണത്തിന്റെ പിടികൊണ്ട് കെട്ടിയ ഒരു ചൂലാണ് കൊടുക്കുന്നത്. അത് ആ രാജാവിന്റെ അവകാശമാണ് ആ ചൂല്. അപ്പൊ അത് വെച്ചിട്ടാണ് രാജാവ് ഇങ്ങനെ റോഡ് ക്ലീൻ ചെയ്തതിനു ശേഷം ചന്ദനം കലക്കിയ വെള്ളം തളിക്കും. അതിനുശേഷമാണ് രഥം വലിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ പണ്ട് കാലത്ത് നടന്നൊരു സംഭവമാണ്. 1467-97 കാലഘട്ടങ്ങളിൽ ഒറീസ ഭരിച്ചുകൊണ്ടിരുന്നത് പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. അപ്പൊ ആ ഈ രാജാവിന്റെ പ്രധാനപ്പെട്ട ജോലിയാണ് ഈ ക്ലീൻ ചെയ്യുന്നത്, രഥയാത്രയ്ക്ക് ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ രാജാവിന് അടുത്ത അയൽ രാജ്യത്തെ ഒരു യുവതിയുമായിട്ട് കല്യാണം എല്ലാം ഉറപ്പിച്ചു അങ്ങനെ ആലോചിച്ചു വെച്ചിരിക്കുന്ന സമയത്താണ് ഈ അടുത്ത രാജാവ് കലിംഗദേശത്തെ രാജാവാണ്. കലിംഗദേശത്തെ രാജാവിന്റെ മകള് പത്മാവതി, ആ യുവതിയുമായിട്ടാണ് ഈ പുരുഷോത്തമ രാജാവിന് കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ ഇവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കും രഥയാത്രയ്ക്ക്. അപ്പോ ഈ കലിംഗ രാജാവ് വരാതെ, കലിംഗ രാജാവ് ന്റെ പേര് സാലുവ നരസിംഹൻ എന്നാണ്. അപ്പൊ അദ്ദേഹം ഈ രഥയാത്രയ്ക്ക് വരാതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് റെപ്രസെന്റേറ്റീവ് ആയിട്ട് അയക്കും. അങ്ങനെ ഈ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് നമ്മുടെ ഈ പുരുഷോത്തമ രാജാവ് ഇങ്ങനെ റോഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാൾക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും, പുറകിലത്തെ തത്വങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ രാജാവ് ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ട് ഈ മന്ത്രിക്ക് ആകപ്പാടെ ഒരു പുച്ഛമൊക്കെ തോന്നി. എന്നിട്ട് അയാൾ തിരിച്ചു ചെന്നിട്ട് ഈ കലിംഗദേശത്തെ രാജാവിന് റിപ്പോർട്ട് കൊടുക്കാണ്. അയാൾ ഒരു തൂപ്പുകാരനെ പോലെ അവിടെ കിടന്ന് റോഡ് ക്ലീൻ ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ കുട്ടീനെ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ അത് കേൾക്കുമ്പോ ഈ പുരുഷോത്തമ രാജാവിന് ഭയങ്കര അപമാനിതനായിട്ട് തോന്നുകയാണ്. കാരണം അദ്ദേഹം ചെയ്യുന്നത് ഭഗവാന്റെ സേവയാണ്. അതിനെ ഒരു രീതിയിൽ അവഗണിച്ചിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഭയങ്കര അപമാനം തോന്നി. അങ്ങനെ രാജാവാണല്ലോ അപമാനിക്കപ്പെട്ടത്. ഉടനെ പട്ടാളം എടുത്തിട്ട് യുദ്ധത്തിന് പോവാണ്. അപ്പൊ അങ്ങനെ യുദ്ധത്തിന് പോണ സമയത്ത് ഈ പുരുഷോത്തമ രാജാവ് വളരെ ദയനീയമായ രീതിയിൽ പരാജയപ്പെടും. അങ്ങനെ ഈ രാജാവ് പരാജയപ്പെട്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്
അപ്പോ ഈ രാജാവ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജഗന്നാഥിന്റെ ഒരു ഭക്തനാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലാണ്. അപ്പൊ അവിടെ ഒരു കുടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പൊ ആ കുടിലിന് മുന്നിൽ ചെന്നിട്ട് ഈ ഭക്തനെ രാജാവ് വിളിക്കാണ്. അപ്പൊ ആ ഭക്തന്റെ പേരാണ് സൈക്കട്ടാചാര്യ. അപ്പൊ ആ ഭക്തനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഈ കുടിലിൽ കുറച്ചു നേരം രാജാവ് ചെലവഴിക്കുകയാണ്. അപ്പൊ രാജാവ് ക്ഷീണമെല്ലാം അകറ്റുന്ന നേരത്ത് ഈ സൈക്കട്ടാചാര്യ ഈ രാജാവിന്റെ അടുത്ത് പറയാണ്, ഇങ്ങനെ അങ്ങ് ചെയ്തത് വളരെ വലിയ തെറ്റാണെന്ന് പറയും. അപ്പൊ എന്താന്ന് ചോദിക്കും, പറയും നിങ്ങൾ ഈ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് ജഗന്നാഥിനോട് പെർമിഷൻ ചോദിച്ചിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ പെർമിഷൻ ചോദിക്കാതെയാണ് ഇത് ചെയ്തത്, അതുകൊണ്ടാണ് നിങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടത്. കാരണം ഭഗവാന്റെ പെർമിഷൻ ഇല്ലാതെ ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു അതെന്ന് ഈ സൈക്കട്ടാചാര്യ പറയാണ്. അപ്പൊ നമ്മള് എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മൾ അതിന് ഭഗവാന്റെ ഒരു പെർമിഷൻ നമ്മൾ എപ്പോഴും നമുക്ക് വേണം. കാരണം ഭഗവാന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ആത്യന്തികമായിട്ട് അത് ഒരു സക്സസിലേക്ക് വരണമെങ്കിൽ ഭഗവാന്റെ പെർമിഷൻ ആവശ്യമാണ് എല്ലാ പ്രവൃത്തികളിലും. ഈവൻ യുദ്ധമല്ല, എന്ത് ശാന്തിയാണ്, തന്നെയാണെങ്കിലും നമ്മൾ എന്ത് ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ ഭഗവാന്റെ അടുത്ത് നിന്ന് ഒരു അനുവാദം വാങ്ങിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. ചിലപ്പോ നമുക്ക് ഫോട്ടോയാണ് അല്ലെങ്കിൽ ഒരു മൂർത്തിയാണെന്നൊക്കെ തോന്നാം അല്ലെ, പക്ഷെ എന്നാലും നമ്മളുടെ മനസ്സിലിരിക്കുന്ന, നമ്മളുടെ ഹൃദയത്തിൽ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ തീർച്ചയായും നമുക്ക് ഡയറക്ഷൻസ് തരും. അപ്പോ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഭഗവാന്റെ ഒരു പെർമിഷൻ വാങ്ങിക്കണം, എങ്കിൽ മാത്രമാണ് അത് സക്സസിലേക്ക് വരുള്ളൂ ആ കാര്യം. ഭാഗവത്തില് പറയുന്നുണ്ട്, ഒരു ചെറിയ പുൽക്കൊടി പോലും ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാതെ അനങ്ങുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയ്ക്കും ഇതാണ് ഭഗവാന്റെ ഒരു സുപ്രീമസിക്ക്. അപ്പൊ നമ്മള് വെറും ജീവാത്മാവായ നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഭഗവാന്റെ അടുത്ത് ചോദിച്ച് പെർമിഷനോടെ ചെയ്യുമ്പോൾ അത് സക്സസിലേക്ക് വരും. അപ്പൊ അങ്ങനെ ഈ രാജാവും ഇതുപോലെ ഭഗവാന്റെ പെർമിഷൻ വാങ്ങിക്കാതെയാണ് പോയത് യുദ്ധം ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അപ്പൊ ഈ കാര്യങ്ങള് സൈക്കട്ടാചാര്യ പറയുമ്പോഴത്തേക്കും രാജാവിന് മനസ്സിലായി, തന്റെ തെറ്റ് മനസ്സിലായിട്ട് രാജാവ് തിരിച്ച് പുരിയിലെത്തിയിട്ട് അമ്പലത്തിലേക്ക് പോവാണ് ഭഗവാനെ കാണാനായിട്ട്. അപ്പൊ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ പുരുഷോത്തമ രാജാവ് വളരെ വിഷമത്തോടെ ജഗന്നാഥിനോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, അങ്ങ് എന്തിനാണ് എന്നെ ഇതിനൊക്കെ അനുവദിച്ചത്? അപ്പൊ ഭഗവാന്റെ സാങ്ഷനോടുകൂടി പോയി എന്നാണ് പുരുഷോത്തമ രാജാവ് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ വളരെ സങ്കടപ്പെട്ടിട്ട് പുരുഷോത്തമ രാജാവ് അന്നത്തെ ദിവസം മുഴുവൻ അമ്പലത്തിൽ കഴിച്ചു കൂട്ടാണ് ജഗന്നാഥിനോടൊപ്പം. അങ്ങനെ രാത്രിയായി, അമ്പലത്തിന്റെ വാതിലുകളെല്ലാം അടച്ചു കഴിഞ്ഞിട്ട് രാജാവ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കണം, ജഗന്നാഥ് സംസാരിക്കുകയാണ്. അപ്പൊ രാജാവിനോട് ജഗന്നാഥ് പറയാണ്, ഇങ്ങനെ നീ എന്തിനാണ് ഈ ഒരു ചെറിയ കാര്യത്തിന് ഇത്രമാത്രം വിഷമിച്ചിട്ട് ഇരിക്കുന്നത്? അപ്പം ഉടനെ തന്നെ നീ അടുത്ത യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടാൻ പറയാണ്. അപ്പൊ ആ യുദ്ധത്തില് നിന്റെ കൂടെ നീ തനിച്ചല്ല പോകുന്നത്, നിന്റെ കൂടെ 2 ബ്രദേഴ്സ് വരും, 2 സഹോദരന്മാര് വരും, ജഗന്നാഥും ബലദേവനും എന്ന് പറയും. അപ്പൊ രാജാവിന് ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷായി. അപ്പൊ രാജാവ് രാവിലെ രാജകൊട്ടാരത്തിലേക്ക് പോവാണ്. അപ്പൊ ഈ വാർത്ത കാട്ടുതീ പോലെ പരക്കും. കാരണം രാജാവ് അടുത്ത യുദ്ധത്തിന് പോവാണ്. രാജാവിന്റെ കൂടെ ആരാ പോണത്? ജഗന്നാഥും ബലദേവും പോവാണ് യുദ്ധം ചെയ്യാനായിട്ട്. അങ്ങനെ ബാലവൃന്ദം ജനങ്ങളും ഭഗവാന്റെ കൂടെ ഭഗവാനോട് ഒന്നിച്ച് യുദ്ധം ചെയ്യാനായിട്ട് ഈ രാജാവിന്റെ സൈന്യത്തിൽ അണിനിരന്ന് എല്ലാവരും യുദ്ധം ചെയ്യാനായിട്ട് പോവാണ് കലിംഗദേശത്തേക്ക്. അപ്പൊ അങ്ങനെ രാജാവ് ഇങ്ങനെ സൈന്യത്തിന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും അപ്പോഴും രാജാവിന് സംശയമാണ്, റിയലി യഥാർത്ഥത്തിൽ ഈ ജഗന്നാഥും ബലദേവനും വരുമോ എന്ന് ഭഗവാൻ ഇങ്ങനെ സംശയമാണ് രാജാവിന്റെ മനസ്സെന്നറിയാം. എന്നിട്ട് വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് രാജാവ് ഇങ്ങനെ സൈന്യത്തിന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കുറച്ച് ദൂരെയായിട്ട് 2 കുതിരകൾ ഇങ്ങനെ ഓടിച്ചു പോകുന്നുണ്ട്. പൊടിയൊക്കെ പറത്തി പോണ സമയത്ത് രാജാവ് നോക്കുമ്പോ ഒരു കുതിരയുടെ കളർ വെളുത്ത്, ഒരു കുതിരയുടെ കളർ കറുപ്പ്. അപ്പൊ ബലദേവനാണ് വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നത്, ജഗന്നാഥ് കറുത്ത കുതിരപ്പുറത്തിരുന്ന് 2 പേരും പോവാണ്. അപ്പൊ രാജാവിന് അപ്പോഴും സംശയമാണ് ഇവര് വരുമോ എന്നുള്ളത്. അതിങ്ങനെ ഇവരിങ്ങനെ കുതിര ഓടിച്ചു പോകുന്ന സമയത്ത് ഇവർക്ക് വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര ദാഹം തോന്നാണ്. അപ്പൊ ആ ദാഹം തോന്നുന്ന സമയത്ത് ഈ ജഗന്നാഥും ഈ ബലദേവും അവിടെ ഒരു സ്ത്രീ, ഈ ചിൽക്ക ലേക്കിന്റെ അടുത്ത് ഒരു ചിൽക്ക തടാകം ഉണ്ട്. അപ്പൊ
ആ തടാകത്തിന്റെ അടുത്ത് ഇങ്ങനെ മോര് വിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ പേരായിരുന്നു മനിക. അവരൊരു വൃദ്ധയായിരുന്നു ആക്ച്വലി. അപ്പൊ അവര് മോര് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ മോര് വാങ്ങിച്ചു കുടിക്കാൻ വേണ്ടിയിട്ട് ജഗന്നാഥും ബലദേവും അവിടെ ഇറങ്ങാണ്. അപ്പൊ അവിടെ ഇറങ്ങിയിട്ട് ഇവര് ഈ വൃദ്ധയുടെ കയ്യിൽ നിന്നിട്ട് ഈ മോര് വെള്ളം ധാരാളമായിട്ട് വാങ്ങിച്ചു കുടിച്ച് ദാഹമൊക്കെ മാറ്റി. അപ്പൊ വൃദ്ധ കാശ് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു പൈസ ഇല്ല ഞങ്ങളുടെ കയ്യിലെന്ന് പറഞ്ഞു. പൈസ ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമല്ലേ. അപ്പൊ ഈ സ്ത്രീ ഈ വൃദ്ധ വളരെയധികം ദേഷ്യപ്പെടുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്യും, ഒരു മോതിരം ഊരിയിട്ട് ഈ സ്ത്രീയുടെ അടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും കുറച്ചു കഴിയുമ്പോഴത്തേക്കും പുരുഷോത്തമ രാജാവ് ഈ വഴി വരും, അപ്പൊ അദ്ദേഹത്തിനെ തടഞ്ഞു നിർത്തിയിട്ട് ഈ മോതിരം കാണിച്ചു കഴിഞ്ഞാൽ പൈസ തരും എന്ന് പറയും. അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തതിന് ശേഷം ജഗന്നാഥും ബലദേവും അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവ് അവിടേക്ക് വന്നു. അപ്പൊ രാജാവിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ വൃദ്ധ മാതാവ് ഒരു തുണിയൊക്കെ ഇങ്ങനെ വീശി രാജാവിന് ശ്രദ്ധ ക്ഷണിച്ചിട്ട് രാജാവിനോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. ഇങ്ങനെ രണ്ടുപേരും വന്ന് മോരൊക്കെ വാങ്ങിച്ചു കുടിച്ചിട്ട് പോയി, അവര് പൈസയൊന്നും തന്നില്ല, അപ്പൊ തന്നത് ആകെ ഈ ഒരു മോതിരാണെന്ന് പറഞ്ഞിട്ട് ഈ മോതിരം കൊടുക്കും. അപ്പൊ അത് കാണുമ്പോഴത്തേക്കും രാജാവ് ഞെട്ടിപ്പോകും. കാരണം ഇത് ജഗന്നാഥിന്റെ മോതിരാണ്, രത്നമുദ്രിക എന്ന് പേരുള്ള മോതിരായിരുന്നു അത്. അപ്പൊ ജഗന്നാഥാണ് റിയലി വന്നേക്കണ, ഈ രണ്ട് പേര് കുതിരപ്പുറത്ത് പോയത് എന്ന് രാജാവിന് ബോധ്യപ്പെടും. അങ്ങനെ രാജാവ് ഭയങ്കര സന്തോഷായിട്ട് ആ ഹോൾ ഗ്രാമം മുഴുവനും ആ വൃദ്ധയ്ക്ക് സമ്മാനിക്കുകയാണ്. അപ്പൊ ആ വൃദ്ധയ്ക്ക് അതിന്റെ ഒരു പ്രതിഫലനമായിട്ട് രാജാവ് ആ ഗ്രാമം മുഴുവനും സമ്മാനിക്കും. ആ ഗ്രാമം ഇപ്പോഴും മനിക പട്ടണം എന്നാണ് അറിയപ്പെടുന്നത്. മനിക എന്ന ആ വൃദ്ധയുടെ പേരായിരുന്നു. അപ്പൊ ആ ഗ്രാമം രാജാവ് സമ്മാനിച്ചപ്പോ അത് മനിക പട്ടണമായി. ഇപ്പോഴും ആ മനിക പട്ടണം അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ രാജാവിന് അപ്പൊ ജഗന്നാഥിന്റെ മോതിരമൊക്കെ കണ്ടപ്പോ രാജാവിന് നഷ്ടപ്പെട്ട ആത്മവിശ്വാസമൊക്കെ തിരിച്ചു കിട്ടി. അങ്ങനെ വീണ്ടും രാജാവ് ഊർജ്ജസ്വലനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് കലിംഗ ദേശത്തേക്ക് തന്റെ സൈന്യത്തിനോടൊപ്പം പുറപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ രാജാവിനെ ഈ കലിംഗ ദേശത്ത് പോയിട്ട് ഈ സാലുവ നരസിംഹനെ പരാജയപ്പെടുത്തി രാജാവ് ഈ പുരുഷോത്തമ രാജാവ് അദ്ദേഹത്തിന്റെ മകള് പത്മാവതിനെ ബന്ദിയാക്കി കൊണ്ടുവരാണ്. അപ്പൊ ബന്ദിയാക്കി കൊണ്ടുവരുമ്പോ പ്രധാനമന്ത്രിയുടെ അടുത്ത് പുരുഷോത്തമ രാജാവ്, കാരണം കലിംഗദേശത്തെ രാജാവ് പറഞ്ഞത് തൂപ്പുകാരന് ഈ കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഈ രാജാവ് പറയാണ്, പുരുഷോത്തമ രാജാവ് പ്രധാനമന്ത്രിയോട് പറയും, ഇവളെ ഇങ്ങനെ തള്ളിയിട്ട് പറയും, ഇവളെ കൊണ്ടുപോയിട്ട് ഒരു തൂപ്പുകാരന് കൊണ്ട് അങ്ങനെ കൊടുക്കാൻ പറയും. അങ്ങനെ പ്രധാനമന്ത്രിയുടെ കയ്യിലേക്ക് പത്മാവതി വരികയാണ്. അപ്പൊ ഈ പ്രധാനമന്ത്രി വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ ഒരു വർഷക്കാലം മുഴുവനെയും പത്മാവതിനെ രഹസ്യമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിപ്പിക്കും. പിറ്റേ വർഷം രഥയാത്ര നടക്കുമ്പോ രാജാവ് തൂക്കാനായിട്ട് വരുമല്ലോ. രാജാവ് സ്വർണ്ണ ചൂലൊക്കെ പിടിച്ച് റോഡ് വൃത്തിയാക്കാനായിട്ട് വരുന്ന സമയത്ത് ഈ പ്രധാനമന്ത്രി ഈ പത്മാവതിനെയും കൂട്ടി അവിടേക്ക് വരികയാണ്. അപ്പൊ രാജാവിന്റെ അടുത്ത് പറയും, അങ്ങ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഇവള് തൂപ്പുകാരന് കൊടുക്കാനാണ്, ഇപ്പൊ അങ്ങ് ചെയ്യുന്നത് ആ ജോലി തന്നെയല്ലേ, അപ്പൊ ഇവളെ അങ്ങ് സ്വീകരിച്ചുകൂടെ എന്ന് ചോദിക്കും ഈ പത്മാവതിനെ. അങ്ങനെ ഈ പുരുഷോത്തമ രാജാവിന് ഈ പത്മാവതിനെ പ്രധാനമന്ത്രി ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ രാജാവും പത്മാവതിയും തമ്മിലുള്ള വിവാഹം നടക്കും. അങ്ങനെ ഈ റോഡ് ക്ലീൻ ചെയ്യുന്നത് വളരെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ലീല, ഈ പത്മാവതിയുടെ കല്യാണവും ഇങ്ങനത്തെയുള്ള ലീലകളൊക്കെ ഈ ജഗന്നാഥപുരി അമ്പലത്തില് ഇപ്പോഴും പെയിന്റിംഗ് ആയിട്ട് അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്, ജഗന്നാഥപുരിയുടെ അമ്പലത്തിന്റെ ഉള്ളിലായിട്ട്. അപ്പൊ അങ്ങനെ ഈ റോഡൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് രഥം ഇങ്ങനെ വലിക്കാൻ തുടങ്ങണം. അപ്പൊ ഇങ്ങനെ രഥം ഇങ്ങനെ വലിച്ച് പോണ സമയത്ത് ചില സമയത്ത് രഥം എവിടെയെങ്കിലും അപ്പൊ ഇങ്ങനെ ഈ രഥം എവിടെയെങ്കിലും നിൽക്കും. അപ്പൊ ഇങ്ങനെ നിന്ന് ഈ ചില സമയത്ത് രഥം വളരെ സ്പീഡിൽ പോവും, ചിലപ്പോ സ്ലോ ആയി പോവും, ചിലപ്പോ എവിടെയെങ്കിലും നിൽക്കും. അപ്പൊ അങ്ങനെ ഈ രഥയാത്രയിലേക്ക് ഭഗവാൻ കടന്നു വരുന്നത് തന്നെ ലക്ഷ്മി ദേവിയോട് വൃന്ദാവനത്തിലേക്ക് പോവാനായിട്ട് അനുവാദം ചോദിച്ചിട്ടാണ് രഥയാത്രയ്ക്ക് ഭഗവാൻ വരുന്നത്. അപ്പൊ ഇങ്ങനെ സ്പീഡിൽ പോവും ചിലപ്പോ രഥം, അല്ലെങ്കിൽ സ്ലോ ആയി പോവും, ചിലപ്പോ ഭഗവാൻ ഇങ്ങനെ നിൽക്കും. അപ്പൊ അതൊക്കെ ഭഗവാന് വൃന്ദാവനത്തെ കുറിച്ചിട്ടുള്ള ഇങ്ങനെ ഓർമ്മകൾ വരണ സമയത്താണ് ഭഗവാൻ ഇങ്ങനെ, ഇപ്പൊ യശോദമ്മയിനെ രാധാറാണിനെ ഒക്കെ അങ്ങനെ ആഗ്രഹിക്കും ഭഗവാൻ വളരെ സ്പീഡിൽ രഥം പോകും. അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു വിരഹഭാവത്തില് ഭഗവാൻ ഇങ്ങനെ വരും, ആ ഭാവത്തിൽ വരുമ്പോ രഥം ഇങ്ങനെ സ്ലോ ആയി ചിലപ്പോ ചില സമയത്ത് നിൽക്കും രഥം. അപ്പൊ അങ്ങനെ
രഥം നിൽക്കുന്നതൊക്കെ ഭഗവാന്റെ സ്വീറ്റ് വില്ലാണ്, ഭഗവാന്റെ ആഗ്രഹം കൊണ്ടിട്ടാണ് ആ രഥം അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അത് ആര് പിടിച്ചാലും ആ രഥത്തിന് അനക്കാനൊന്നും പറ്റില്ല. ഭഗവാൻ തന്നെ വീണ്ടും വിചാരിച്ചാൽ മാത്രമാണ് രഥത്തിന് അവിടെ നിന്ന് തിരിച്ചു വീണ്ടും അനക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വൃന്ദാവനത്തില് അപ്പൊ ഒരു ദിവസം ഇതുപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്ത്, ചൈതന്യ മഹാപ്രഭുവിന്റെ സമയത്ത് ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ സങ്കീർത്തൻ പാർട്ടികൾ നടത്തും ഈ രഥയാത്ര നടക്കുന്ന സമയത്ത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ 8 ഗ്രൂപ്പുകളായിട്ട് പല സ്ഥലത്ത് നിന്നിട്ടും ചൈതന്യ മഹാപ്രഭു സങ്കീർത്തനം ചെയ്യും. അപ്പൊ അങ്ങനെ സങ്കീർത്തനം ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ചൈതന്യ മഹാപ്രഭു ഈ ജഗന്നാഥ രഥത്തിന്റെ ബാക്കിലായി പോവും, ചിലപ്പോ സൈഡിലായി പോവും. അപ്പൊ ജഗന്നാഥിന് ബാക്കിലായി കഴിഞ്ഞാൽ പിന്നെ ജഗന്നാഥിന് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ജഗന്നാഥന് ചൈതന്യ മഹാപ്രഭുവിനെ കാണാതെ വളരെ വിരഹവേദന തോന്നുന്ന സമയത്ത് ഈ രഥം അവിടെ നിൽക്കും, രഥം അനങ്ങില്ല. അപ്പൊ അങ്ങനെ രഥം അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവര് വളരെയേറെ പണിപ്പെടും രഥം അനക്കാനായിട്ട്. ആളുകളെല്ലാം തള്ളാനും ഉന്താനൊക്കെ തുടങ്ങിയാലും രഥം അനങ്ങില്ല. അവസാനം രാജാവ് ആനേനെയൊക്കെ കൊണ്ടുവന്നിട്ട് കെട്ടി വലിക്കും ഈ രഥം, അപ്പോഴും രഥം അനങ്ങില്ല. അങ്ങനെ ഈ സങ്കീർത്തൻ പാട്ടി നടക്കുന്ന സമയത്ത് അപ്പോ ഇത് ഭക്തന്മാർക്ക് മനസ്സിലാവും ജഗന്നാഥ അനങ്ങാത്തത് എന്തുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ അവര് പോയിട്ട് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് പറയും, ഇങ്ങനെ രഥം അനങ്ങുന്നില്ല, രഥം അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനെ കാണാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ ഈ ഭക്തന്മാര് ചെന്ന് പറയുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരും. അങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ തല കൊണ്ട് പതുക്കെ ഇങ്ങനെ ഈ രഥത്തിനെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് രഥം പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ലീലകളുള്ള സംഭവമാണ് ഈ രഥയാത്ര. അപ്പൊ ഇത് ഭഗവാന്റെ ഒരു സ്വീറ്റ് വില്ലാണ്, ഭഗവാന്റെ ആ ഒരു ലീലയാണ് ആക്ച്വലി ഈ രഥം നിൽക്കുന്നതും പിന്നെ വീണ്ടും അനങ്ങുന്നതൊക്കെ. അപ്പൊ അത് നമ്മളുടെ ആ ഒരു ഭൗതികമായിട്ടുള്ള ചിന്തകൾ കൊണ്ടൊന്നും നമുക്കത് മനസ്സിലാവില്ല. അപ്പൊ അതൊക്കെ ഭഗവാന്റെ ഒരു അതീന്ദ്രിയമായിട്ടുള്ള ലീലയാണ്. അപ്പൊ ഇത് ഈ ഒരു ലീല വളരെ ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ വീടിന് മുന്നിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ അതായത് ഭക്തിവിനോദ താക്കൂറിന്റെ വീടിന് മുൻപിലൂടെ ഈ രഥയാത്ര വരുന്ന സമയത്ത് ഈ രഥം അവിടെ അങ്ങ് നിന്നു പോവാണ് അവരുടെ വീടിന് മുൻപില്. അപ്പൊ ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല, എന്താ രഥം നിന്നതെന്ന് മനസ്സിലാവില്ല. അവര് വളരെ ശ്രമങ്ങളൊക്കെ നടത്തും രഥം അനക്കാനും, പല രീതിയിലൊക്കെ ശ്രമിക്കും. ആനയൊക്കെ കൊണ്ടുവന്നിട്ട് വലിച്ചിട്ടൊന്നും രഥം അനങ്ങില്ല. അപ്പൊ അങ്ങനെ ആ രഥം അവിടെ നിൽക്കുന്ന സമയത്ത് ഭക്തിവിനോദ താക്കൂറയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടിയിട്ട് ഈ കുഞ്ഞിനെ എടുത്തോണ്ടുവന്ന ജഗന്നാഥനെ കാണിക്കാനായിട്ട് കൊണ്ടുവരാണ്. അപ്പൊ അങ്ങനെ ജഗന്നാഥനെ കാണിക്കാനായിട്ട് രഥത്തിൽ കയറി കുഞ്ഞിനെ ഇങ്ങനെ ജഗന്നാഥനെ കാണിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ദേഹത്തേക്ക് ജഗന്നാഥന്റെ കഴുത്തിൽ നിന്നൊരു മാല ഇങ്ങനെ വീഴും. ആ കുഞ്ഞിന്റെ ദേഹത്തേക്ക് വീഴാണ്. അപ്പൊ ജഗന്നാഥിന്റെ ബ്ലെസ്സിങ്സ് ആയിട്ട് ആ ഒരു മാല വീഴും. അപ്പൊ അതിനുശേഷം ഈ ഭക്തിവിനോദ താക്കൂറയും അദ്ദേഹത്തിന്റെ വൈഫും കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങി മാറുന്ന സമയത്ത് രഥം തന്നെ ഇങ്ങനെ ഉരുളാൻ തുടങ്ങും. അപ്പൊ അത് ഭയങ്കര ഒരു ലീലയാണ്. അപ്പൊ അത് അത്രയ്ക്കും ബ്ലെസ്സിങ്സ് ഉള്ള ആളാണ് നമ്മുടെ ഭക്തി സിദ്ധാന്ത സരസ്വതി താക്കൂർ. അദ്ദേഹമാണ് പിൽക്കാലത്ത് സിംഹഗുരു എന്നറിയപ്പെട്ടത്, ബംഗാളിലെ സിംഹഗുരു എന്നറിയപ്പെട്ടത് അദ്ദേഹമാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി താക്കൂറാണ് നമ്മളുടെ ശ്രീല പ്രഭുപാദരുടെ ഗുരു. അപ്പൊ ശ്രീല പ്രഭുപാദരോട് ഇങ്ങനെ ഇംഗ്ലീഷ് ഭാഷ വശം ഉണ്ടെങ്കിൽ ഇങ്ങനെ ബുക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞത് ഈ ഭക്തി സിദ്ധാന്ത സരസ്വതി താക്കൂറാണ്. അദ്ദേഹത്തിന്റെ ഒറ്റ കാഴ്ചയിൽ തന്നെ പ്രഭുപാദര് അദ്ദേഹത്തിന് ഗുരുവായിട്ട് അംഗീകരിച്ചിട്ടാണ് ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചത്. അങ്ങനെയാണ് പിൽക്കാലത്ത് ഇസ്കോണും അതുപോലെ ഈ പ്രഭുപാദരുടെ ബുക്കുകളൊക്കെ വരുന്നത് ഈ ഒരു സിംഹഗുരുവിന്റെ നിർദ്ദേശം കൊണ്ടിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സ്വീറ്റ് ആയിട്ടുള്ള ലീലകൾ നടക്കുന്ന കാലമാണ് ഈ രഥയാത്ര. അപ്പൊ ഇങ്ങനെ ഈ രഥയാത്ര ഇങ്ങനെ രഥം ഇങ്ങനെ ഉരുണ്ട് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ചിലപ്പോ നിൽക്കും, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഇപ്പോഴും ഈ രഥയാത്ര നടക്കുന്ന സമയത്ത് ഒരു ലീല നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഗുണ്ടീജ ടെമ്പിളിലേക്കാണല്ലോ ഈ രഥം വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ആ സമയത്ത് വൃന്ദാവനത്തിലേക്കാണ് പോകുന്നത്.
അപ്പൊ സുഭദ്രമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. സുഭദ്രയുടെ രഥാണ് ഏറ്റവും ആദ്യം പോണത്. സുഭദ്ര ഓടിപ്പോവും, സുഭദ്രയും ബലദേവും ഓടിപ്പോവും. ജഗന്നാഥ് ഇങ്ങനെ ആനനടയൊക്കെ നടന്ന് പതുക്കെ പതുക്കെ പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ സുഭദ്രയുടെ ചിന്ത മുഴുവൻ എന്താണ്, എങ്ങനെയെങ്കിലും ഒന്ന് വൃന്ദാവനത്തിൽ എത്തണം. കാരണം സുഭദ്രയ്ക്ക് വൃന്ദാവനം എന്താന്ന് അറിയില്ല. ഇവർ ഈ രോഹിണി മാതാവ് പറഞ്ഞിട്ടുള്ള കഥകൾ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ വൃന്ദാവനത്തെ കുറിച്ച്. കാരണം സുഭദ്ര ജനിച്ചത് മധുരയിലാണ്. അപ്പൊ സുഭദ്രയ്ക്ക് ആരെ രാധാറാണി എന്നറിയില്ല, യശോദമ്മയെ അറിയില്ല, സുബലേനെ അറിയില്ല, ആരെ അറിയില്ല. അപ്പൊ ഈ ഒരു ചാൻസിലാണ് സുഭദ്രയ്ക്ക് വൃന്ദാവനത്തിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ സുഭദ്ര ഈ ജഗന്നാഥ് ഇങ്ങനെ അനങ്ങി വരുമ്പോ സുഭദ്രയ്ക്ക് ദേഷ്യം വരും. അപ്പൊ സുഭദ്ര പറയും, നിങ്ങൾ അതിന് വന്നില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് സുഭദ്രയുടെ രഥം വേഗം പോകും വൃന്ദാവനത്തിലേക്ക്. അപ്പൊ ബലദേവ് വിചാരിക്കും, അയ്യോ പെൺകുട്ടിനെ തന്നെ അയക്കാൻ പാടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ബലദേവ് പുറകെ പോകും. അങ്ങനെ ഇവര് രണ്ടുപേരും പോയി കഴിഞ്ഞിട്ട് കുറെ സമയം കഴിഞ്ഞിട്ടാണ് ജഗന്നാഥിന്റെ രഥം വന്നത്. അത് ചിലപ്പോ രാത്രിയാവും, ചിലപ്പോ ഇങ്ങനെ രാത്രി ആയി കഴിഞ്ഞാൽ, അപ്പൊ ഗുണ്ടീച ടെമ്പിളിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ രാത്രി ആയി കഴിഞ്ഞാൽ രഥം എവിടെയാ അവിടെ നിർത്തുകയാണ്, റോട്ടിൽ നിർത്തിയിട്ടാണ് രഥം. പിന്നീട് രഥം മൂവ് ചെയ്യില്ല, കാരണം രാത്രിയില് രഥം വലിക്കില്ല. ഡേറ്റിയസ് രാത്രിയിൽ യാത്ര ചെയ്യാത്തതുകൊണ്ട് രാത്രിയിൽ അവിടെ നിർത്തിയിടും. അങ്ങനെ പിന്നെ പിറ്റേ ദിവസമാണ് വീണ്ടും രഥയാത്ര നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഈ രഥയാത്ര നടത്തുന്ന, അപ്പൊ ഇങ്ങനെ ജഗന്നാഥിന്റെ രഥം പോണ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ലീലകൾ അവിടെ ആ വഴിയിലൊക്കെ സംഭവിക്കും. അപ്പൊ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് നിർത്തിയിട്ട് ജഗന്നാഥിന്റെ രഥം നിർത്തിയിട്ട് അഫ്ഗാനിലെ കീർത്തനങ്ങൾ ആലപിക്കും, അഫ്ഗാൻ ഭാഷയിലുള്ള പാട്ടുകൾ പാടും. ഇപ്പോഴും ഉണ്ട് ആ സിസ്റ്റം. അപ്പൊ അത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുറെ പഠാന്മാര് വന്നിട്ടാണ് ആ ഒരു ഈ പാട്ടുകളൊക്കെ പാടുന്നത്. അപ്പൊ അത് കേട്ട് ജഗന്നാഥ് കുറെ സമയം അവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് ഈ രഥം മുന്നോട്ട് ഉരുണ്ടു പോണത്. അപ്പൊ അതിന്റെ ഒരു ഇത് നടന്ന സംഭവമാണ്. അതിന്റെ ഒരു കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഈ മുസ്ലിം രാജ്യമാണല്ലോ അഫ്ഗാൻ. അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പണ്ട് ഈ പഠാന്മാർ നമ്മളുടെ നാടുകളിലേക്കൊക്കെ വരുമായിരുന്നു. അപ്പൊ ഈ പഠാന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് വളരെയധികം സുന്ദരന്മാരും ആരോഗ്യ ദൃഢഗാത്രമൊക്കെ ആയിട്ടുള്ള യുവാക്കളായിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു നമ്മളുടെ ഈ ജഗന്നാഥപുരിയില് ഒരു ബ്രാഹ്മണ പെൺകുട്ടീനോട് ഈ ഒരു അഫ്ഗാൻ യുവാവിന് ഒരു അടുപ്പം തോന്നും. അങ്ങനെ അടുപ്പം തോന്നി. അപ്പൊ ഈ അന്നത്തെ കാലത്ത് ഭയങ്കര ജാതി, പ്രത്യേകിച്ച് മുസ്ലിമിന് ഒരു ബ്രാഹ്മണ യുവതിനെ കെട്ടിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഇയാൾക്ക് ആഗ്രഹം തോന്നിയിട്ട് ഇയാൾ ഈ ബ്രാഹ്മണ കുലത്തിൽ പോയിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഈ ഒരു പെൺകുട്ടീനെ എനിക്ക് കല്യാണം കഴിച്ചു തരുമെന്ന് ചോദിക്കുമ്പോ സ്വാഭാവികമായിട്ടും അവർ സമ്മതിക്കില്ലല്ലോ. അപ്പൊ അന്നത്തെ കാലത്ത് ഒരു സിസ്റ്റം നിലനിന്നിരുന്നു. ഇപ്പൊ നമ്മള് ആരെങ്കിലും ഇഷ്ടമില്ലാത്തവരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവര് കുറച്ച് വെള്ളം തളിക്കും. ഈ മുസ്ലിങ്ങൾ കുറച്ച് വെള്ളം എടുത്ത് തളിച്ചു കഴിയുമ്പോൾ അന്നത്തെ കാലത്തുള്ള ഒരു സിസ്റ്റം വെച്ചിട്ട് ആ വെള്ളം വീഴുന്ന ആള് മുസ്ലിമായിട്ട് കൺവേർട്ടഡ് ആവുകയാണ്. അപ്പൊ ഈ അഫ്ഗാൻകാരൻ പോയിട്ട് ഈ ലേഡീനെ, ഈ ബ്രാഹ്മണ യുവതീനെ പെണ്ണ് ചോദിക്കുകയാണ്, ഇങ്ങനെ കല്യാണം കഴിച്ചു തരാൻ പറഞ്ഞു. ചോദിക്കുമ്പോ ഇവര് സമ്മതിക്കില്ല, വീട്ടുകാരെ സമ്മതിക്കില്ല. അപ്പൊ ഉടനെ ഇയാള് കുറച്ച് വെള്ളം എടുത്താൽ പെൺകുട്ടിയുടെ മേത്തേക്ക് ഇങ്ങ് തളിക്കും. അപ്പൊ തളിച്ചപ്പോത്തിന് യുവതി ഭ്രഷ്ടായല്ലോ, യുവതീനെ അവരൊന്ന് പുറത്താക്കാണ്. ഉടനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇയാള് വിളിച്ചോണ്ട് വന്ന് കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കുകയാണ്. അങ്ങനെ അയാൾ അഫ്ഗാനിസ്ഥാനിലേക്ക്, നല്ല സിസ്റ്റം അല്ലേ, അപ്പൊ അങ്ങനെ അഫ്ഗാനിസ്ഥാനിലേക്ക് ആരും ഇതൊന്നും ഫോളോ ചെയ്യല്ലേ. അപ്പൊ അങ്ങനെ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇങ്ങനെ ഈ യുവതിയായിട്ട് ഈ പഠാൻ പോവാണ്. അങ്ങനെ അവരവിടെ സുഖമായിട്ട് താമസിക്കും. അങ്ങനെ അവർക്കൊരു കുട്ടി ജനിക്കും. ആ കുട്ടിയുടെ പേരാണ് ഷാലവേഗ. അപ്പൊ അങ്ങനെ ആ കുട്ടി ജനിച്ച്, ഈ കുട്ടി ജനനം തൊട്ട്, കാരണം ഈ അമ്മ ജഗന്നാഥപുരിയിൽ ഉണ്ടായിരുന്ന സ്ത്രീയാണല്ലോ, അപ്പൊ അവർക്ക് ജഗന്നാഥിനെ പറ്റിയിട്ട് ഒരുപാട് കഥകൾ അറിയാം, ജഗന്നാഥിന്റെ സ്വീറ്റ് പാസ് ടൈംസ് അറിയാം. അപ്പൊ ഈ കുട്ടിയുടെ ജനനം മുതൽ ഈ കുട്ടി കാണുന്നത് മുഴുവൻ, കേൾക്കുന്നത് മുഴുവൻ ജഗന്നാഥിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെ ജഗന്നാഥിനെ കാണാനായിട്ടുള്ള ആഗ്രഹം ഇങ്ങനെ കൂടി വരികയാണ്. അപ്പൊ ഓരോ വർഷവും കുട്ടി ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അമ്മ പറയും കുറച്ചും കൂടി വലുതായിട്ട് പോവാന്ന് പറഞ്ഞ് കുട്ടീനെ തടഞ്ഞു വെക്കും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഈ അച്ഛനും അമ്മയും മരിക്കും. അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞപ്പോ കുട്ടിക്ക് പിന്നെ അവിടെ വേറെ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുട്ടി ജഗന്നാഥിനെ കാണാനായിട്ട് നമ്മുടെ പുരിയിലേക്ക് വരാണ്. അപ്പൊ അങ്ങനെ ജഗന്നാഥപുരിയിൽ എത്തുന്ന സമയത്ത് ഈ ജഗന്നാഥിനെ കാണാനായിട്ടുള്ള ആഗ്രഹം വെച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് കടക്കാനായിട്ട് ഈ കുട്ടി വരികയാണ്. അപ്പൊ ഈ കുട്ടി മുസ്ലിം ആണല്ലോ, അപ്പൊ അത് വെച്ചിട്ട് ഗേറ്റില് തടയും, കുട്ടീനെ തടയും. അപ്പൊ ഉള്ളിലേക്ക് കടത്തിവിടില്ല. അപ്പൊ അങ്ങനെ
വീണ്ടും വീണ്ടും ഈ കുട്ടി അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ ആൾക്കാര് അടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഈ കുട്ടി വളരെ നിരാശനായിട്ട് തിരിച്ചു പോരാണ്. അപ്പൊ പോരുന്ന സമയത്ത് അവിടെ കുറച്ച് നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവര് പറയും, നീ വിഷമിക്കണ്ട. കുട്ടി ഇങ്ങനെ കരയാണ്, ജഗന്നാഥനെ കാണാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഞാൻ വന്നിട്ട് എനിക്കത് സാധിച്ചില്ല എന്ന് പറഞ്ഞ് കരയണ സമയത്ത് ഈ കുറച്ച് ഭക്തന്മാര് പറയും, നീ വിഷമിക്കണ്ട, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ രഥയാത്ര വരും. അപ്പൊ ആ രഥയാത്രയില് ഭഗവാനെ ആർക്ക് വേണമെങ്കിലും കാണാം, ആർക്ക് വേണമെങ്കിലും കെട്ടിപ്പിടിക്കാം, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നീ തൽക്കാലം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ആ ശാലവേഗ അവിടെ കുറച്ച് ദിവസങ്ങളും കൂടി കഴിച്ചു കൂട്ടിയിട്ട് വളരെ ഈഗർലി ഭഗവാനെ കാണാനായിട്ട് അത്യധികം ആകാംക്ഷയോടെ കാത്തിരിക്കണം. അങ്ങനെ രഥയാത്ര വന്നു. രഥയാത്ര ഇങ്ങനെ നടക്കുന്ന സമയത്ത് ശാലവേഗയും അതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ശാലവേഗ ഇങ്ങനെ കീർത്തനങ്ങളൊക്കെ അഫ്ഗാനിലെ അഫ്ഗാൻ ഭാഷയിൽ ഇങ്ങനെ കീർത്തനങ്ങളൊക്കെ പാടി ജഗന്നാഥിന്റെ കൂടെ നടക്കാണ്. അങ്ങനെ കൂടി നടക്കുന്ന സമയത്ത് ഈ രഥയാത്രയ്ക്ക് ഒരുപാട് ജനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ 5 ലക്ഷം 10 ലക്ഷം ആൾക്കാർ വരുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് രഥയാത്ര. അപ്പൊ ഈ എല്ലാവരും കീർത്തനം ചൊല്ലാണ്. എല്ലാവരും കീർത്തനം ചൊല്ലുന്നതിന്റെ ഇടയ്ക്ക് ശാലവേഗയുടെ കീർത്തനം ഉണ്ട്. പക്ഷെ ശാലവേഗയുടെ കീർത്തനം മാത്രം ആരും കേൾക്കുന്നില്ല. എല്ലാം ഇതിന്റെ ഈ ബഹളത്തിനിടയ്ക്ക് മുങ്ങിപ്പോവാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ശാലവേഗയുടെ കീർത്തനം ചെയ്യുന്ന ആ സ്ഥലത്ത് വന്നപ്പോ ഈ രഥം അങ്ങനെ നിന്നു പോകും. അവിടെ ജഗന്നാഥന്റെ രഥം അവിടെ നിൽക്കണം. അപ്പൊ ജഗന്നാഥന്റെ രഥം അവിടെ നിന്നു. അപ്പൊ എല്ലാവർക്കും കാരണങ്ങളൊന്നും അറിയില്ല, എങ്ങനെയാണ് രഥം നിന്നതെന്ന് അറിയില്ല, എന്തിനാണ് രഥം നിന്നതെന്ന് അറിയില്ല. അപ്പൊ അവര് കുറെയൊക്കെ ശ്രമിക്കും, ആന കൊണ്ടൊന്ന് വലിക്കും, അങ്ങനെ പലതും ചെയ്യും. പക്ഷെ ജഗന്നാഥന്റെ രഥം അനങ്ങില്ല. അപ്പോഴാണ് ഒരാൾ അവിടെ ഈ ജഗന്നാഥപുരിയിലുള്ള ഒരാൾ ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്നത്, ഈ ശാലവേഗയുടെ പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ പറയും, ഇവന്റെ മുസ്ലിം പാട്ട് കേട്ടിട്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്, ഇവന്റെ ഈ പാട്ട് കേട്ടിട്ട് ജഗന്നാഥിന് ദേഷ്യം വന്നിട്ടാണ് രഥം അനങ്ങാത്തതെന്നൊക്കെ പറഞ്ഞ് ഈ ശാലവേഗേനെ പിടിച്ചോണ്ട് വന്നിട്ട് ജഗന്നാഥിന്റെ മുൻപിൽ നിർത്തിയിട്ട് അടിക്കാൻ തുടങ്ങും. അങ്ങനെ ആദ്യം അടിച്ചു. രണ്ടാമത്തെ അടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ഒരു അലർച്ച കേൾക്കും ഈ രഥത്തിന്ന്, ജഗന്നാഥിന്റെ രഥത്തിന്ന്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് പേടിച്ച് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെ ഇവൻ അടിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ രഥത്തിന്റെ നിന്ന് അലർച്ച വരും. അപ്പൊ ഇങ്ങനെ വീണ്ടും ഭയങ്കര എല്ലാവർക്കും പേടിയായി, എന്താ സംഭവിക്കണേന്ന് അറിയില്ല. അപ്പൊ വീണ്ടും ഇവര് അതിലൊരാള് പറയും ശാലവേഗനോട് പാടാൻ പറയും. അങ്ങനെ ശാലവേഗ ഇങ്ങനെ പാടും. അങ്ങനെ കുറെ പാട്ടുകൾ ശാലവേഗ പാടി അതെല്ലാം കേട്ട് കഴിഞ്ഞ് സന്തോഷമായിട്ട് ജഗന്നാഥ് ഇരിക്കണം. അപ്പൊ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടി കഴിഞ്ഞിട്ട് ശാലവേഗ ഭഗവാനെ നമസ്കരിക്കും. ദണ്ഡവത്ത് പ്രണാമം ചെയ്ത് എഴുന്നേൽക്കുന്ന സമയത്ത് ഈ രഥം ഉരുളാൻ തുടങ്ങും. തനിയെ ആരും അനക്കാതെ ഉരുളാൻ തുടങ്ങും. അപ്പൊ ഇപ്പോഴും ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വരുമ്പോ ഇങ്ങനെ അഫ്ഗാൻ പഠാന്മാര് നിന്നിട്ട് അഫ്ഗാനിസ്ഥാനിലെ പാട്ടുകൾ കീർത്തനങ്ങൾ പാടിയിട്ട് രഥത്തിൽ ഇങ്ങനെ ഇപ്പോഴും ഉണ്ട് ജഗന്നാഥ്. അങ്ങനെ കുറെ സമയം അവിടെ ചെലവഴിച്ചിട്ടാണ് ഇപ്പോഴും രഥം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ രഥയാത്രയുടെ ഇടയ്ക്ക്. അപ്പൊ ഇങ്ങനെ ഈ രഥയാത്ര ഇങ്ങനെ പോയി ഗുണ്ടീജ ടെമ്പിളിലേക്ക് എത്താനാണല്ലോ ഈ പോണത്. അപ്പൊ അങ്ങനെ ഗുണ്ടീജ ടെമ്പിളിന്റെ അടുത്ത് ചില ദിവസങ്ങൾ എത്തിച്ചേരൂല, ചിലപ്പോ എത്തും. അങ്ങനെ അപ്പം ഭഗവാന്റെ ഒരു ആഗ്രഹം കൊണ്ടിട്ടാണ് അങ്ങനെ വേഗം എത്തുകയും എത്താതിരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഗുണ്ടീജ ടെമ്പിളിലേക്ക് ഭഗവാൻ ചെന്നതിന് ശേഷം ഈ ഒരു ഗുണ്ടീജ ടെമ്പിളിലേക്ക് എത്തി ഭഗവാൻ അവിടെ 8-9 ദിവസങ്ങളാണ് അവിടെ ചെലവഴിക്കുന്നത്. അപ്പൊ അതിന് കൃത്യമായിട്ടൊരു കണക്കില്ല. കാരണം രഥം ചില ദിവസങ്ങളിൽ ഗുണ്ടീജ ടെമ്പിളിൽ എത്താൻ വൈകി കഴിഞ്ഞാൽ ആ ദിവസങ്ങൾ കുറയും. അപ്പൊ നേരത്തെ അന്ന് തന്നെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോ 9 ദിവസം നിൽക്കും. അങ്ങനെ അതിന് സ്പെസിഫിക് കണക്കൊന്നുമില്ല. അപ്പോ ഈ സമയത്ത് ജഗന്നാഥ് ലക്ഷ്മി ദേവിനോട് അനുവാദം ചോദിച്ചിട്ടാണല്ലോ ഈ വൃന്ദാവനത്തിലേക്ക് പോണേ. അപ്പൊ ലക്ഷ്മി ദേവി ഭഗവാനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ്. ഭഗവാന് 2-3 ദിവസം കഴിഞ്ഞിട്ടും ഭഗവാനെ കാണാതെ ആവുമ്പോ ലക്ഷ്മി ദേവി പുറപ്പെട്ട് വരും ഇവിടുന്ന്. അപ്പൊ അങ്ങനെ പുറപ്പെട്ട് വരുന്ന ആ ഒരു ഫെസ്റ്റിവലിനെയാണ് ക്ഷീരപഞ്ചമി എന്ന് വിളിക്കും. അപ്പൊ ആ ക്ഷീരപഞ്ചമിയുടെ ദിവസം അത് 6ാമത്തെ ദിവസമാണ്. കാരണം ലക്ഷ്മി ദേവി വളരെ ക്ഷമയോടുകൂടി ഇങ്ങനെ ഭഗവാനെ കാത്തിരിക്കുകയാണ്. പക്ഷെ ലക്ഷ്മി ദേവി കാത്തിരുന്ന് നിരാശയാവുമ്പോഴത്തേക്കും ലക്ഷ്മി ദേവി അവിടെ നിന്ന് പുറപ്പെട്ട് വരും. അപ്പോ ഈ പുറപ്പെട്ട് വരുന്ന സമയത്ത് അപ്പൊ ചൈതന്യ മഹാപ്രഭു സ്വരൂപ ദാമോദരദാസും കൂടെ ഉള്ള ഒരു സംഭാഷണം ഉണ്ട് ചൈതന്യ ചരിതാമൃതത്തിൽ. അപ്പൊ ഈ സ്വരൂപ ദാമോദരദാസ് പറയാണ്,
ഇങ്ങനെ പല 3 ടൈപ്പ് സ്ത്രീകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്ന. അപ്പൊ സ്വരൂപ ദാമോദരദാസ് പറയാണ്, ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഈഗോയാണ് ഈ ലക്ഷ്മി ദേവി കാണിക്കുന്നത്. കാരണം ഭർത്താക്കന്മാര് നമ്മളെ തിരസ്കരിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് വില തരാതെ ഇരിക്കുന്ന സമയത്ത് സ്ത്രീകള് പൊതുവെ മുഷിഞ്ഞ വേഷത്തിൽ ഇരിക്കുക, കുളിക്കാതിരിക്കുക, അങ്ങനത്തെയൊക്കെ ഒരു രീതിയിലാണ് പൊതുവെ കണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ കുറച്ച് പ്രത്യേക രീതിയിലാണ് ലക്ഷ്മി ദേവിയുടെ ഒരു പ്രകടനം. കാരണം ലക്ഷ്മി ദേവി അണിഞ്ഞൊരുങ്ങി ഭയങ്കര ഓപ്പുലൻസിലാണ് ജഗന്നാഥനെ ചീത്ത വിളിക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ അതിങ്ങനെ ഒരു പല്ലക്കിലാണ് ലക്ഷ്മി ദേവി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി റെഡി ആയിട്ട് വരുന്നത്. സർവ്വ ആഭരണ വിഭൂഷിതയായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ കൂടെയുള്ള വീട്ടുകാരെല്ലാരും അതേ സെയിം അറ്റയറിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ പല്ലക്ക് ചുമന്ന് ആൾക്കാർ കൊണ്ടുവരികയാണ് ലക്ഷ്മി ദേവിനെ. അപ്പൊ ലക്ഷ്മി ദേവി ഇങ്ങനെ വളരെ പ്രൗഡായിട്ട് ഇങ്ങനെ വരികയാണ് ജഗന്നാഥനെ എന്തിനാ വന്നെ ചീത്ത വിളിക്കാനായിട്ട് വന്നത്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ലക്ഷ്മി ദേവി ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് കാണുന്നത് കാവൽക്കാരെയാണല്ലോ. അപ്പൊ അവരെ അച്ചലും മുച്ചലും ചീത്ത വിളിക്കും. അവര് ചീത്ത വിളിച്ചു കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കും, നിങ്ങള് ജഗന്നാഥ് എന്താണ് തിരിച്ചു വരാത്തെന്ന് ചോദിക്കും. പറയും ഇങ്ങനെ ജഗന്നാഥ് ഇങ്ങനെ ഇവിടെ വന്നു പോയി എന്നൊക്കെ പറഞ്ഞ് അവര് ലക്ഷ്മി ദേവിനെ അനുനയിപ്പിക്കാനൊക്കെ ശ്രമങ്ങൾ നടത്തും. പക്ഷെ ലക്ഷ്മി ദേവി ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവസാനം അവരെ പിടിച്ചു കെട്ടിയിട്ട് ലക്ഷ്മി ദേവിയുടെ കാൽക്കല് കൊണ്ടുവന്നിട്ട് മാപ്പ് ചോദിക്കണാണ്. എന്നിട്ട് ഈ ലക്ഷ്മി ദേവിയുടെ കൂടെയുള്ള ആൾക്കാര് ഈ ജഗന്നാഥിന്റെ രഥത്തിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ പിച്ചിയെടുക്കുക, എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കുക, ഇടിക്കുക രഥത്തിനെ. ജഗന്നാഥ് ഉള്ളിലാണ്. അപ്പൊ ലക്ഷ്മി ദേവി ഉള്ളിലോട്ടൊന്നും പോവില്ല, പുറത്തു നിന്നിട്ടാണ് ഈ കലാപരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇവരിങ്ങനെ പുറത്തു നിന്ന് കുറെ ആക്രമണങ്ങൾ നടത്തി കഴിയുമ്പോഴത്തേക്ക് ഈ കാവൽക്കാരോടാണ് ഈ പീഡനങ്ങൾ. ജഗന്നാഥ് ഉള്ളിലാണ്. അപ്പൊ ഈ കാവൽക്കാരെ അവസാനം ഇങ്ങനെ ലക്ഷ്മി ദേവിക്ക് സറണ്ടർ ആയിട്ട് പറയാണ്, ഒരു 2-3 ദിവസം കൂടി കഴിയുമ്പോൾ ജഗന്നാഥ് തിരിച്ചു വരും, അപ്പൊ ദേവി ഒന്ന് ക്ഷമിച്ചിട്ട് പോവാൻ പറയും. അങ്ങനെ അവരുടെ വാക്കിൽ വിശ്വസിച്ചിട്ട് ലക്ഷ്മി ദേവി തിരിച്ചു പോവാണ്. അപ്പൊ ഇവരുടെ സംഭാഷണത്തിൽ പറയാണ്, 3 ലോകങ്ങളിലും കാണാത്തത്ര ഈഗോയിസ്റ്റിക് പെർഫോമൻസ് ആണ് ഈ ലക്ഷ്മി ദേവി വന്നിട്ട് കാണിച്ചു കൂട്ടണം. അപ്പൊ ഇതേ രീതിയിൽ സത്യഭാമയ്ക്കും ഉണ്ട് ഒരു ഈഗോ. പിന്നെ സത്യഭാമയ്ക്ക് ഈഗോ എന്നിട്ടാണല്ലോ ഭഗവാൻ പാരിജാതം പറിക്കാനായിട്ട് ഇന്ദ്രന്റെ സദസ്സിൽ പോണത്. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകൾക്കും ഉണ്ട് ആ ഒരു ഈഗോ ഉണ്ട്. കാരണം രാസ ഡാൻസ് നടക്കുന്ന സമയത്ത് അവരിങ്ങനെ എന്റെ കൂടെ കൃഷ്ണൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ചെറിയ ഈഗോ വരുന്ന സമയത്താണ് ഭഗവാൻ അവരുടെ അടുത്തുനിന്ന് അപ്രത്യക്ഷനായി പോകുന്നത്. അപ്പൊ അങ്ങനെ ഈ ഈഗോ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഈഗോയാണ് ലക്ഷ്മി ദേവി കാണിക്കുന്നതായിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ഹീരപഞ്ചമി ഫെസ്റ്റിവല് കഴിഞ്ഞിട്ട് ഹീരപഞ്ചമി ഫെസ്റ്റിവല് കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചു വീണ്ടും പുറത്തേക്ക് വരികയാണ്. അതാണ് നമ്മൾ ഇന്നാണ് റിട്ടേൺ രഥയാത്ര എന്ന് പറഞ്ഞു കണ്ടില്ലേ, ഉൾട്ട രഥയാത്ര എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ബഹുദ യാത്ര എന്നും പറയും. അപ്പൊ അങ്ങനെ ജഗന്നാഥ് തിരിച്ചു വരികയാണ്. റിട്ടേൺ രഥയാത്ര വരുന്ന സമയത്ത് ഈ ടെമ്പിളിലേക്ക് വരികയാണല്ലോ. രഥയാത്ര വന്ന് ടെമ്പിളിൽ കയറുന്ന സമയത്ത് ഈ സുഭദ്രയുടെ രഥം ആദ്യം പോവും. സുദർശന ആദ്യം ഉള്ളിലേക്ക് കയറിപ്പോവും. അപ്പൊ ആ രഥം വന്നു കഴിഞ്ഞിട്ട് സിംഹദ്വാരത്തിന് അവിടെ നിർത്തി കഴിഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ ഗോൾഡൻ വേഷം ധരിച്ചിട്ടാണ് ഭഗവാനും സുഭദ്രയും ബലദേവും വരുന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ട് ഇവര് ഈ സിംഹദ്വാരത്തിന് അവിടെ നിന്ന് കുറച്ച് ദർശനങ്ങളൊക്കെ കൊടുത്തു. എല്ലാവർക്കും ദർശനം കൊടുത്തതിന് ശേഷം സുഭദ്രയുടെ രഥം ആദ്യം ഉള്ളിൽ പോവും, പുറകെ ബലദേവ് പോവും. അപ്പൊ ഭഗവാൻ ജഗന്നാഥ് കയറാനായിട്ട് വരുമ്പോ ഉടനെ ആ സിംഹദ്വാരത്തിന്റെ ഗേറ്റ് അടയ്ക്കും, വാതിലടയ്ക്കും ലക്ഷ്മി ദേവിയുടെ ആൾക്കാര്. അപ്പൊ അങ്ങനെ അവിടെ ഭഗവാൻ കയറാനായിട്ട് തുടങ്ങുമ്പോൾ വാതിലടച്ചു വെക്കും. അപ്പൊ അങ്ങനെ അവിടെ ഒരു വാക്പയറ്റാണ്. ലക്ഷ്മി ദേവി ഭഗവാനെ ചീത്ത വിളിക്കും, ഇത്രയും ദിവസം പോയിട്ട് ഒരു ദിവസം തിരിച്ചു വരാന്ന് പറഞ്ഞ് പോയതാണ്, ഇത്രയും ദിവസമായിട്ടും തിരിച്ചു വന്നില്ല, അപ്പൊ നിങ്ങൾ പെങ്ങളുടെ കൂടെ ചുറ്റാൻ പോയതാണ്. അങ്ങനെ കുറെ ചീത്തകളെല്ലാം വിളിച്ച് ദേഷ്യപ്പെട്ടൊക്കെ കഴിയുമ്പോ ഭഗവാൻ സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ ഭഗവാൻ കുറെ ഇങ്ങനെ ആണുങ്ങള് സോപ്പിടാനായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് സോപ്പൊക്കെ ഇട്ട് അനുനയിപ്പിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്യും, ഈ ലക്ഷ്മി ദേവിക്ക് ഒരു ആഭരണം കൊടുക്കാണ്, ഒരു ഗിഫ്റ്റ് കൊടുക്കാണ്. അപ്പൊ ആ ഗിഫ്റ്റ് വിട്ട് കഴിയുമ്പോൾ ലക്ഷ്മി ദേവിക്ക് സന്തോഷാവും. കാരണം നമ്മള് ഇവരെന്തൊക്കെ ചീത്ത വിളിച്ചാലും ഇവരെന്തെങ്കിലും സമ്മാനം തരുന്ന പിന്നെ നമ്മൾ മിണ്ടില്ല എന്ന് അവർക്കറിയാം. അപ്പൊ അത് ഭഗവാനും അറിയാം. അപ്പൊ അങ്ങനെ
ഭഗവാൻ ഈ ഒരു ആഭരണം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ലക്ഷ്മി ദേവിക്ക് സന്തോഷമായിട്ട് വാതിലൊക്കെ തുറന്നു കൊടുത്തിട്ട് ഭഗവാൻ ഉള്ളിലേക്ക് പോകും. ഇങ്ങനെയാണ് രഥയാത്ര അവസാനിക്കുന്നത്. ഇതാണ് രഥയാത്രയുടെ ഒരു ചരിത്രം. അപ്പൊ ഇതാണ് എല്ലാ വർഷവും സംഭവിക്കുന്നത്, ഇതാണ് രഥയാത്രയ്ക്ക് സംഭവിക്കുന്നത്, ഇതാണ്. അപ്പൊ ഈ രീതിയിലാണ് അപ്പൊ ഇങ്ങനെ എല്ലാം. അപ്പൊ ഈ ഭഗവാൻ വൃന്ദാവനത്തിൽ പോയിട്ട് മടങ്ങി വരുന്നതാണ് ആക്ച്വലി രഥയാത്രയുടെ ഒരു സങ്കല്പം. അപ്പൊ അങ്ങനെയാണ് രഥയാത്ര അവസാനിക്കുന്നത്.